ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കേബിൾ കാറാണ് ഉണ്ടാക്കുന്നത്. കേബിൾ കാർ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഒരു ടോയിങ് കയറ്റി ഇലമ്പടി ഇറക്കി നമ്മൾ ഇതിൻ്റെ വേഗത അളക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടർ മണിക്കൂർ എത്ര കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കും എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അതൊരു വീഡിയോ. ഫ്രണ്ട്സ്, നമ്മളപ്പം ഈ പരീക്ഷണത്തിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 2200 kV വരുന്നൊരു ബ്രഷ്ലെസ് മോട്ടറാണ്. അത് നമ്മൾ ഇതുപോലൊരു തടി പീസിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 6 ഇഞ്ച് നീളം വരുന്നൊരു പ്രൊപ്പല്ലറാണ്. ഇതിൻ്റെ സ്പീഡ് കൺട്രോളറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 12 ആമ്പിയർ വരുന്നൊരു ESC ആണ്. പിന്നെ ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് റിമോട്ട് കൺട്രോളറാണ്. ഇനി നമുക്ക് ഈ പരീക്ഷണം ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചരട് ഒരു മരത്തിലോട്ട് കെട്ടിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത അറ്റം നമ്മൾ കെട്ടുന്നത് ഒരു പോസ്റ്റിലോട്ടാണ്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ കെട്ടുന്നതിന് മുമ്പ് നമ്മുടെ നേരത്തെ ആ പ്ലാസ്റ്റിക് ചരട് ഇതുപോലെ നമ്മുടെ കയ്യിലിരുന്ന ആ മോട്ടറിൻ്റെ ആ മൗണ്ടിലോട്ട് കയറ്റിയെടുക്കണം. നമുക്കിനി ഈ റിമോട്ട് ഉപയോഗിച്ച് മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ മോട്ടർ 4 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ ദൂരം സഞ്ചരിക്കും. അപ്പം 1 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 80 സെക്കൻഡ് വേണ്ടി വരും. അത് ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ടില്ല. ഞാൻ ഹാഫ് ത്രോട്ടിലാണ് ഈ മോട്ടർ ഇപ്പം വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ മോട്ടറിന് വളരെ സ്പീഡ് കൂടുതലായതുകൊണ്ട് മോട്ടർ ഫ്രണ്ടോട്ട് നീങ്ങാതെ നേരെ മുകളിലോട്ട് പൊങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്ത് ഇത് പരീക്ഷണം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല. ഏതായാലും ഹാഫ് ത്രോട്ടിൽ ഏതായാലും 1 കിലോമീറ്റർ പോകാൻ 80 സെക്കൻഡ് എടുക്കും. അപ്പോൾ ഫുൾ ത്രോട്ടിലാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ മോട്ടർ നമ്മൾ പ്ലെയിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നൊരു മോട്ടറാണ്. ഇതിൻ്റെ ത്രസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഗ്രാം വരെ ഇത് ത്രസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഈ മോട്ടറിനുണ്ട്. ഞാൻ ഈ മോട്ടർ ഉപയോഗിച്ച് കുറച്ച് പ്ലെയിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ആ വീഡിയോസൊക്കെ ഉപകാരപ്പെടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. അപ്പം പുതിയതായിട്ടാണ് ആരെങ്കിലും ഒക്കെ ഈ ചാനൽ വീഡിയോസ് കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും. ബൈ.